ഇവന്മാർ ഇവിടെ കിടന്ന് ഈ കോപ്രായം കാണിക്കുന്നത് എന്നെ കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദ് വരെ കയറ്റിവിടാൻ വന്നതിന്റെ. ഹൈദരാബാദ് വരെ പോണ്. അവിടെ RR കബൽ പ്രൈം വോളിബോൾ ലീഗ് പവർഡ് ബൈ സ്കാപ്പ് നടന്ന ഒരു വോളിബോൾ ടൂർണമെന്റ് ഉണ്ട്. അത് കാണാനായിട്ട് പോവാം. ബോർഡിയും പാസ്സൊക്കെ കിട്ടി. ഇനി നേരെ ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടി പോവാം. കുറെ നാളുകൊണ്ട് വിചാരിക്കുന്ന ഫ്ലൈറ്റിലേക്ക് കയറണമെന്ന്. അവസാനം ആ ബക്കറ്റ് ലിസ്റ്റ് കംപ്ലീറ്റ് ആയി. അങ്ങനെ 1.5 മണിക്കൂറത്തെ ഫ്ലൈറ്റ് യാത്ര കഴിഞ്ഞ് നേരെ ഹൈദരാബാദ് എത്തി. എന്നിട്ട് നേരെ നമുക്ക് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലോട്ട് പോയി. അവിടെ ആണെങ്കിൽ നല്ല പ്രീമിയം ആയിട്ടുള്ള റൂംസും റെസ്റ്റോറന്റ് ഫുഡുമാണ് അവർ പ്രൊവൈഡ് ചെയ്തത്. റെസ്റ്റോറന്റിൽ കയറി ഹൈദരാബാദ് ബിരിയാണിയും കഴിച്ച് നേരെ കൊച്ചി ടീമിന്റെ പ്രാക്ടീസ് ആണ്. ടീമിൽ മിക്കത് മലയാളികളാണ്ട് കുറച്ചു നേരം കാര്യമൊക്കെ പറഞ്ഞ് ഒരു തംസപ്പ് കാണിച്ച് നേരെ കളി കാണാൻ പോയി. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൈദരാബാദുള്ള ഗച്ചിബൗളി സ്റ്റേഡിയത്തിലാണ്. ഹൈദരാബാദും കാലിക്കറ്റും തമ്മിലാണ് ഫസ്റ്റ് മാച്ച്. ലൈവായ ആദ്യമായിട്ടാണ് ഒരു വോളിബോൾ മാച്ച് കാണുന്നത്. സ്റ്റേഡിയത്തിലെ ആംബുലൻസ് വേറെ ലെവലായിരുന്നു. ലൈറ്റ്, സൗണ്ട്, ഓഡിയൻസ് എനർജി ഒക്കെ ലൈവായിട്ട് മാച്ച് കാണാൻ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല പ്ലേയേഴ്സിന്റെ സ്പീഡ്, എനർജി, ഗെയിം സ്പിരിറ്റ് ഒക്കെ ലൈവായിട്ട് കാണാൻ പറ്റി. മാച്ച് ഹൈദരാബാദ് 3 സെറ്റിന് ജയിച്ചു. ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുള്ള ദിവസം. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പറ്റി. ആദ്യമായിട്ട് ലൈവായിട്ട് വോളിബോൾ മാച്ച് കാണാൻ പറ്റി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ദിവസം. നമ്മൾ വോളിബോൾ ലൈവായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം എക്സ്പീരിയൻസ് നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് ഇതിനൊക്കെ ലൈവായിട്ട് വോളിബോൾ എക്സ്പീരിയൻസ് ആണെങ്കിൽ ഹൈദരാബാദ് ഈ മാച്ച് കാണാം. അല്ലെങ്കിൽ സോണി സ്പോർട്സ് നെറ്റ്വർക്കിലും പ്രൈം വോളിബോൾ ലീഗിൻ്റെ യൂട്യൂബ് ചാനലും ദിവസം 6:30 സ്ട്രീമിംഗ് ഉള്ളതാണ്. അപ്പോൾ ആരും മിസ് ചെയ്യലും പോകാൻ വാച്ചിട്ട് തിരിച്ച് നാട്ടിലോട്ട്.